ധന്യ ഷാർജയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അതുല്യയുടെ ഭർത്താവ് സതീഷ് അയാളിപ്പോൾ കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുകയാണ്. അതായത് അതുല്യ ഇയാളുടെ അറിവില്ലാതെ ഗർഭചിത്രം നടത്തി എന്നൊക്കെ തരത്തിലാണ് വരുന്നത്. അയാൾ ഓരോന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രേമലല്ലേട്ടാ. 11 വർഷം ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂര പീഡനങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ് ഇന്നലെ എന്നുള്ളത്. 30 വയസ്സ് തികയുന്നതിൻ്റെ അന്നാണ് ആ പെൺകുട്ടി മരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള, കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി 17ാമത്തെ വയസ്സിൽ വിവാഹ നിശ്ചയം കഴിയുന്നു. 18ാമത്തെ വയസ്സിൽ ഭാര്യയാകുന്നു. ഈ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയും കൂടിയാണ് അതുല്യ. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഒരു സൈക്കോയാണെന്ന് ഈ അച്ഛനും അമ്മയ്ക്കും അടക്കം മനസ്സിലായിരുന്നു. കാരണം എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിന്നെ കിട്ടിയിരിക്കണം, ഫോൺ ബിസി ആകാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകൾ, ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കുറേ നിബന്ധനകൾ ഇയാൾ വച്ചിരുന്നു. അപ്പോൾ തന്നെ അതുല്യ വീട്ടുകാരോട് പറഞ്ഞു പലതവണ ഈ മോതിരം ഊരി നൽകിയതാണ്. അപ്പോഴൊക്കെ ഇയാളുടെ അമ്മ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് ഞങ്ങൾ വിവാഹം കഴിപ്പിച്ച് നൽകിയതെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ഒരു കാലന്റെ കയ്യിൽ കൊണ്ടുവന്ന് മകൾക്ക് ഒരു കയറ് കൊടുക്കുമോ? താലി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരണക്കയറായിരുന്നു. ആ കെട്ടിയവൻ എന്ന് പറയുന്നത് ഒരു കാലനുമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ചിന്തിച്ചു, നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഇപ്പോ കല്യാണം കഴിപ്പിക്കുന്നത് കാലന്മാർക്ക് വേണ്ടി, അതായത് പിന്നെ ഒരു കാലനെ നമ്മളെ പിടിച്ചു കൊടുക്കുന്നു, നമ്മുടെ മരണം അവന്റെ കയ്യിലാണ്. ഇപ്പോ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളോടാണ് തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിൽ, ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ പിരിഞ്ഞു പോവുക, ആത്മഹത്യ ചെയ്യാനോ. അവനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഈ സതീഷ് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയുന്നത് അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തണം, താൻ അവളെ കൊന്നിട്ടില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായീകരണം വരുന്നുണ്ട്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇയാൾ കൊന്നതല്ല, സ്വാഭാവികമായി അവരും ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ രക്ഷപ്പെട്ടു. ആ കൊച്ചിനാരാ? കൊച്ചിന് അമ്മ ഇല്ലാതെയായി, അച്ഛനില്ലാതെയായി, അത് അനാഥയായി. ഈ അപ്പൂവന്റെ അമ്മമ്മേനെ കാലശേഷം ആ കൊച്ചിനാരുണ്ട്? രക്ഷപ്പെട്ടു എന്ന് പറയാനൊക്കെ ഇല്ല, ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റമുണ്ട്. അത് പ്രേരണാ കുറ്റമുണ്ട്. ഇപ്പൊ കിരൺ കുമാറൊക്കെ കിടക്കുന്നത് പോലെ ചിലപ്പോൾ ഇത്രയും കൊടിയ പീഡനമൊക്കെ അനുഭവിച്ചതുകൊണ്ട്. എന്നാൽ ഇവനൊക്കെ ഒരു കാലത്ത് പുറത്തിറങ്ങി. ഇപ്പോ കിരൺ കുമാർ പുറത്തിറങ്ങിയില്ലേ? പുറത്തിറങ്ങിയിട്ട് അവന് വിവാഹം കഴിക്കില്ല എന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? അവന്റെ അമ്മയ്ക്ക് അവനെ നഷ്ടപ്പെട്ടിട്ടില്ല, അവന്റെ സഹോദരിക്ക് അവനെ നഷ്ടപ്പെട്ടില്ല, അവന്റെ അച്ഛൻ അവനെ നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് വിസ്മയയുടെ കുടുംബത്തിന് ആ ഒരു നല്ല പെൺകുട്ടിയാണ് നഷ്ടപ്പെട്ടത്. ഇവനും ഇതുപോലെയായിരുന്നു. ഒരു കാറിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇട്ട് ഉപദ്രവിച്ച് അവസാനം മാനസികമായ സമ്മർദ്ദം കൂടിയാണ് ആ കുട്ടി മരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടത് കേരളത്തിലാണ്, കണ്ണൂരാണോ സ്ഥലം ഞാൻ വിട്ടുപോയി, കൊല്ലമാണോ എന്ന് എനിക്കറിയൂടാ. ഒരു അമ്മയും 2 വയസ്സുള്ള മകനും കൂടെ പുഴയിലേക്ക് ചാടി മരിച്ചു. അമ്മയുടെ മൃതദേഹം കിട്ടി, കൊച്ചിന്റെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഭർത്താവും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. ഇവരുടെ വീട്ടിലായിരുന്നു. ഇയാൾ വിളിച്ചിട്ട് നീ പോയി ചത്തോ, എനിക്ക് മകനെ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ട് അവര് പോയി ചാടി ചത്തു. കാര്യം കഴിഞ്ഞു. നഷ്ടമാർക്കാണ് നഷ്ടം? അവനവന്റെ അച്ഛനമ്മമാർക്ക് മാത്രമാണ് നഷ്ടം വരുന്നത്. പിന്നെ ഒരച്ഛനമ്മമാരും തങ്ങളുടെ മക്കളുടെ ജീവിതം ഇങ്ങനെ ആകും എന്ന് പറഞ്ഞിട്ടല്ല വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ അതുല്യയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇയാള് മതില് ചാടി, ഇയാളിൽ നിന്ന് പിണങ്ങി വീട്ടിലേക്ക് പോയപ്പോൾ ഈ അതുല്യയുടെ വീടിന്റെ മതില് ചാടി ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഇയാള് പിന്നെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി, ഗുണ്ടകളെയും കൊണ്ടുവന്ന്. അപ്പൊ ചോദിച്ചു, നിനക്ക് വരാം, ഈ മറ്റുള്ളവർ ആരാന്ന് ചോദിച്ചപ്പോൾ ഇവരൊക്കെ എന്റെ ഗുണ്ടകളാണ്, അതുല്യ വീട്ടിലെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ അടിച്ച് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് വീടിന്റെ ജനലുകൾ തകർക്കുന്നു. അപ്പൊ ഇയാൾ പക്ക സൈക്കോയാണ്. ഇന്നലെ ഇയാൾ ഈ ചാനലുകളിലൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴും നമുക്കറിയാം ഇയാൾ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് പിന്നെ അവളെ ഞാൻ അങ്ങനെ ചെയ്യുമോ, എന്നെയാണ് അവൾ ഉപദ്രവിച്ചിട്ടുള്ളത്, എന്നെയാണ് അവൾ അടിച്ചിട്ടുള്ളത്. ഇയാളുടെ വീഡിയോ ഒക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഇയാൾ ഇതൊക്കെ പറയുന്നത്. ഇയാൾ കത്തിയുമായിട്ട് കുത്താൻ നിൽക്കുന്നതും കസേര കൊണ്ട് അടിക്കാൻ നിൽക്കുന്നതും അവരെ അനിയത്തിയെ വിളിച്ച് സഹോദരിയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നതും ഒക്കെയാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അതിനുശേഷം ഇയാള് ഈ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് മദ്യപിച്ച് പലപ്പോഴും പോയി ക്യാമ്പുകളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക, പിന്നെ പല തവണ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ കൈയും കാലും പിടിച്ചാണ് തിരിച്ചു കയറുന്നത്. ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാളൊരു സൈക്കോ പോലെയാണ്. എന്ത് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു എന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഈ 11 വർഷം ഈ പെൺകുട്ടി എന്തിനാണ് കടിച്ചു തൂങ്ങി നിന്നത്? കൊച്ചിന് അച്ഛനെ വേണമെന്ന് പറഞ്ഞോ? എന്റെ അച്ഛനില്ലാതെ മക്കൾ ഇവിടെ വളരുന്നില്ലേ? എനിക്ക് അറിഞ്ഞോടത്തന്നെ ഞാൻ ചോദിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ ഒരു സൈക്കോയാണ്. ഒരിക്കലും അച്ഛനോടൊപ്പം ഒരു കുഞ്ഞിന്, ഇങ്ങനെ ഒരുത്തനോടൊപ്പം ഒരു കുഞ്ഞിന് സ്വസ്ഥതയും സമാധാനമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവന്റെ പെണ്ണായാലും ആണായാലും അവരുടെ ജീവിതത്തെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കും.
അപ്പൊ പിന്നെ ഈ അച്ഛനുമായിട്ട് എന്തിനാണ്? ഇവർക്ക് ജോലിയുണ്ട്, അല്ല ഇവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇവർക്ക് കളഞ്ഞിട്ട് വന്നിട്ട് അന്തസ്സായിട്ട് ആ കൊച്ചിനും കൂടി ജീവിച്ചൂടെ? എന്തിനീ കടുങ്കൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞനാഥയായി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ്. ഇപ്പൊ വിഭജിക സ്വന്തം കുഞ്ഞിനെയും കൊണ്ടുപോയി. ഇവിടെ അതുല്യ കുഞ്ഞിനെ കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയി. അപ്പൊ ആ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾക്ക് ഒരു താങ്ങും താണലുമായി ആരെങ്കിലും അവളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ അവളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പലപ്പോഴും വീട്ടുകാരാണ് പ്രബലരായിട്ട് ഈ വില്ലൻ. നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ സൈക്കോകളായ ഭർത്താക്കന്മാരെ മാത്രമേ ഒരു ഭാഗം കുറ്റപ്പെടുത്തൂ. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. പെൺകുട്ടികളുടെ വീട്ടുകാർ, നാട്ടുകാരുടെ വാക്ക്, നാണക്കേട്, അവൾ ഇനി ഭർത്താവിനെ കളഞ്ഞിട്ട് വന്ന് നിന്നാൽ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കട്ടെ, ഒരു വിവാഹത്തിന് പോകുമ്പോൾ അത് ഭർത്താവ് പോയല്ലേ, ഇട്ടിട്ട് പോയല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കട്ടെ, അതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്. ഇപ്പൊ എത്ര ലോകം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും വളർന്നെന്ന് പറഞ്ഞാലും അമ്മമാര് പഠിപ്പിച്ചു കൊടുക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം. അവൻ എന്തെങ്കിലും പറ, അവൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു അടിയടിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു അടിയടിക്കും, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചവിട്ടി ചവിട്ടും, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ചവിട്ട് വെട്ടും. നീ ഇതൊക്കെ സഹിച്ചങ്ങ് നിന്നോളണം. കുടുംബമാണ് ഏറ്റവും വലുത്, താലിയാണ് ഏറ്റവും വലുത്, ഇതിലപ്പുറം ലോകത്തൊന്നുമില്ല, അതുകൊണ്ട് നീ അങ്ങ് സഹിച്ച് നിന്നോളണം. ഈ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന പല അമ്മമാരും ഉണ്ട്. ഇനി തിരിച്ചച്ഛന്മാരും ഉണ്ട്. ഇതുപോലെ ഭാര്യയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ മക്കളെ വിട്ടിട്ട് പോകാൻ പറ്റാത്ത അച്ഛന്മാരും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കൂടുതൽ ഇവിടെ ആണുങ്ങൾക്ക് വേണ്ട എങ്കിൽ അവർ ഒറ്റ തീരുമാനം, വേണ്ട പൊക്കോ, കഴിഞ്ഞു, എനിക്ക് ഇത്രയും സഹിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരവരെ വഴിക്ക് പോകും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല, അവരെവിടെ ചെന്ന് കയറും? അതൊരു ചോദ്യമുണ്ട്. കല്യാണം കഴിച്ചു വിട്ട വീട്ടിലേക്ക് പിന്നീട് തിരിച്ചു ചെന്ന് ധൈര്യത്തോടെ അവർക്ക് ചെന്ന് കയറാൻ പറ്റില്ല. അവർക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം. ഇപ്പൊ അതാണ് പെൺകുട്ടികളെല്ലാം വരുമാനം സ്വയം പര്യാപ്തമായതിനു ശേഷം വിവാഹം കഴിക്കാം എന്ന് വിവാഹമേ വേണ്ടാന്ന് വെക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തെ കുറിച്ച് ചോദിച്ചാൽ അവർ എന്തിനാ വിവാഹം കഴിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിവിങ് ടുഗദർ പോലെ അവൻ 2 അടി 4 അടി അവന് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മളെ വഴിക്ക് പോവാം. ഇതാണ് അവരിപ്പോ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് കുട്ടികൾ മാറിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കണ്ട് 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 മടുത്തിട്ടാണ്. അപ്പൊ എന്റെയൊക്കെ വീട്ടിലെ സ്ഥിതി എനിക്കറിയാം. ഇപ്പൊ എൻ്റെ അമ്മ അത്യാവശ്യ വിദ്യാഭ്യാസമുള്ള സ്കൂളിലെ ടീച്ചറായിട്ടായ ഒരാളാണ്. എൻ്റെ അമ്മ എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഒരു കൊച്ചുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇതാണ് എൻ്റെ അമ്മ പറയുന്നത്. ഇപ്പൊ ഒട്ടുമിക്ക വീടുകളിലെ അമ്മമാർ ഇത് തന്നെയാണ് പറയുന്നത്. അമ്മമാര് മാത്രമല്ല, അടുത്ത ബന്ധുക്കളാണ് ഏറ്റവും വലിയ പാരകള്. നമുക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയും എല്ലാ വീട്ടിലും പ്രശ്നങ്ങളില്ലാത്ത ഏത് വീടാ ഉള്ളത്? എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യം ഉദാഹരണമായിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് 11 സഹോദരങ്ങളുണ്ട്. 11 പേര് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള നല്ല ജോലിയിലിരിക്കുന്നവരാണ്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ പക്ക ഓർത്തഡോക്സ് ആണ്. നമ്മളൊരു കാര്യം ചെന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും ചുമ്മാ പെണ്ണിന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ കഴപ്പ് കാണിക്കണം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ ഭർത്താവിന്റെ വീടാവുമ്പോൾ നമ്മളെ സ്വന്തം വീട് പോലെ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങ് ക്ഷമിച്ചു കൊടുക്കുക. ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ തലേന്ന് പോകില്ലല്ലോ, നമ്മൾ അങ്ങ് ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾ ഭൂമിയോളം ക്ഷമിച്ചിട്ട് പിന്നെ ക്ഷമിക്കാൻ സ്ഥലം ഇല്ലാതെ വേണം നമ്മൾ ഈ ഫാനിലും ഇതിലും ഒക്കെ തൂങ്ങാൻ ചെല്ലുന്നത്. കാരണം ചെന്ന് കയറാൻ ഒരു സ്ഥലമില്ല, നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളില്ല. ഒറ്റയ്ക്ക് ഒരു കൊച്ചിന്റെ കയ്യും പിടിച്ചോണ്ടിറങ്ങിയാൽ എങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയില്ല, വരുമാന മാർഗങ്ങളില്ല. അവിടെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറെ പേരെങ്കിലും വിവാഹമേ വേണ്ട എന്ന് എന്നോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ വിവാഹം കഴിക്കേണ്ടതാണോ കഴിക്കാത്തതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ 100% പറയും വിവാഹം കഴിക്കരുത്. അത് ആണിനോടായാലും പെണ്ണിനോടായാലും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ എത്ര കാലം കഴിയുമോ അത്രയും കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക. ഇപ്പൊ ഒരുപാട് അനാഥ മന്ദിരങ്ങളും നോക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. വയസ്സാം കാലത്ത് വല്ല പൈസ ഉണ്ടാക്കി അവിടെ കൊണ്ടു കൊടുക്കുക, സമാധാന സന്തോഷത്തോടെ ജീവിക്കുക. കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കരുത്.